ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പിണക്കം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ പ്രശ്നമാണെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ പറയും അല്ലേ. ചിലത് ഹീലാവാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ 2 ദിവസമാവാം, ചിലപ്പോൾ 3 ദിവസമാവാം, ചിലപ്പോൾ ഒരാഴ്ചയാവാം, ചിലപ്പോൾ മാസങ്ങളെടുക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ആരുടെ ഭാഗത്തോ ആയിക്കോട്ടെ മിസ്റ്റേക്ക്, ആ പിണക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥതയിലായിരിക്കും. അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നമ്മളോടൊന്ന് സോഫ്റ്റായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷേ 2 കൂട്ടരും വാശി പിടിച്ച് നിൽക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ. അങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ആവാനും നമ്മുടെ മനസ്സ് ഹീൽ ചെയ്യാനും ആ പ്രശ്നം പാച്ചപ്പ് ആകാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സീക്രട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബിസി ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക. എന്നിട്ട് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് പൂർണ്ണമായിട്ടും കാണുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ, അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് 3 to 7 എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡാണ്. അതെന്ന് പറയുന്നത് ഒരു 3 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് എടുക്കുക. ആ ഒരു ടൈമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബ്രീത്ത് എടുത്ത് ഒരു 7 സെക്കൻഡിൻ്റെ ടൈമിംഗ് എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ പുറത്തേക്ക് വിടുന്നു. ഇതൊരു 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹാപ്പി മെമ്മറീസ് 1, 2, 3 അങ്ങനെ ഒരു 3 മെമ്മറിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ 3 മെമ്മറി ചൂസ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഇത് ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം, ഏതൊക്കെ ആണ് നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് അതിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ കാണുക, കൃത്യമായിട്ട് കാണുക, അത് ഫീൽ ചെയ്യുക, ഓൾറെഡി ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 സെൻറ്റൻസുകളുണ്ട്. ഇത് മനസ്സിൽ ആ വ്യക്തിയുടെ മുഖം കണ്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അതൊരു 3 to 5 മിനിറ്റ്സോളം ഒക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാവുന്നതാണ്. പറയേണ്ടത് ഇതാണ്: ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഈ 4 വേർഡ്സ്. അത് വലിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം. 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. അല്ല, ചെറിയ ഇഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് കിട്ടും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പതിയെ ആ സമയം അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പതിയെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. അപ്പോൾ ഇത് മിനിമം ചെയ്യേണ്ടത് ഒരു 3 days ആണ്. മാക്സിമം നിങ്ങൾക്കൊരു 10 days വരെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടും. ആ വ്യക്തിയുമായിട്ടുള്ള പ്രോബ്ലം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും നിങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടും. ആ പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കും. താങ്ക് യു.